ജോൺസ്, അവിശ്വസനീയം. എന്താണ് ഈ നടന്നത്? ആകെ ഭയം തോന്നുന്നു. ഏതു നേരത്താണോ ഇതിൽ കയറാൻ തോന്നിയത്? മിസ്റ്റർ ഹെൻറി, അവിടെ നിൽക്കൂ. നിങ്ങൾ എൻ്റെ ജീവനാണ് രക്ഷിച്ചത്. ആ പിശാചിനെ കുരിശുമാല കൊണ്ട് പേടിപ്പിക്കാമെന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ആരാണ് ഈ ഡ്രാക്കുള? എല്ലാത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞേ തീരൂ. ഞാനെല്ലാം പറയാം. ആദ്യം എനിക്കിത്തിരി വെള്ളം തരൂ. ഞാൻ ട്രാൻസിൽവാനിയക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ എക്കാലവും ഭയന്നിരുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. കാർപ്പാത്യനിലാണ് ഡ്രാക്കുള പ്രഭുവിൻ്റെ കൊട്ടാരം. പണ്ട് പകൽ പോലും ആ കോട്ടയിലേക്ക് പോകാൻ ആളുകൾ ഭയന്നിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കികളുമായുണ്ടായ യുദ്ധത്തിൽ ജനങ്ങളെ നയിച്ച വീരയോദ്ധാവായിരുന്നു ഡ്രാക്കുള. താൻ നേടിയ വിജയങ്ങൾക്ക് പ്രതിഫലമായി അയാൾ ചെകുത്താനുമായി ഒരു സന്ധി ഉണ്ടാക്കിയത്രേ. ഒരിക്കലും മരിക്കാത്ത രക്തരക്ഷസായി അയാൾക്ക് ജീവിക്കണമെന്ന്. ഒരിക്കൽ അവൻ ലണ്ടനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ വാൻ ഹെൽസിംഗ്, ജൊനാഥൻ ഹാർക്കർ എന്നിവർ ചേർന്ന് അവനെ എന്നേക്കുമായി കോട്ടയിൽ ബന്ധിച്ചു. പക്ഷേ ആ പിശാചിനെ ആരോ തുറന്നു വിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഊഹിക്കാൻ പോലും ആകില്ല. അവനെക്കുറിച്ച് കൂടുതലായി പറയൂ. ഇതാ വെള്ളം. താങ്കൾ കഥ തുടരൂ. ഡ്രാക്കുളയുടെ കഴിവുകൾ അപാരമാണ്. നിലാവെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ചെറിയ താക്കോൽ പഴുതിലൂടെയും അയാൾക്ക് കടക്കാം. ഡ്രാക്കുളയ്ക്ക് ജീവിക്കാൻ മനുഷ്യരക്തം വേണം. അതോടെ അവൻ കൂടുതൽ ചെറുപ്പമാകും. അവന് പല കഴിവുകളുണ്ട്. 20 പേരുടെ കരുത്തും ഇരുട്ടിൽ കാഴ്ചശക്തിയുമുണ്ട്. മറ്റൊരു കാര്യം, എതിരാളികളെ ഒറ്റ നോട്ടം കൊണ്ട് അവൻ നിശ്ചലമാക്കും. മഞ്ഞും കൊടുങ്കാറ്റും സൃഷ്ടിക്കാൻ അവന് കഴിയും. എന്തായാലും സൂര്യോദയത്തോടെ എല്ലാ കഴിവുകളും നശിക്കും മുമ്പ് കിടന്നിരുന്ന പെട്ടികളിൽ ഏതെങ്കിലും ഒരു ശവപ്പെട്ടിക്കുള്ളിൽ ഡ്രാക്കുളയ്ക്ക് കിടന്നേ പറ്റൂ. പറയൂ, ഡ്രാക്കുള ഭയക്കുന്നത് എന്തൊക്കെയാണ്? അതാണ് നമുക്കിപ്പോൾ ആവശ്യം. താങ്കൾ കണ്ടതുപോലെ കുരിശ്, വെളുത്തുള്ളി, ഇതൊക്കെ അവനെ ഭയപ്പെടുത്തും. ഓ, ഇപ്പോൾ മനസ്സിലായി. മുമ്പ് ഡ്രാക്കുള എന്നെ വെറുതെ വിട്ടത് എന്തുകൊണ്ടെന്ന്. രക്തം കുടിക്കാനാഞ്ഞപ്പോൾ കഴുത്തിലെ കുരിശുമാല അവനെ തടഞ്ഞു. പക്ഷെ കുളിക്കാൻ പോയപ്പോൾ മാല മറന്നതുകൊണ്ടാവാം ജോൺസ് എന്നെ ആക്രമിച്ചത്. മൈ ബോയ്സ്, നമുക്ക് ഈ ഭീകരനെ നേരിട്ടേ മതിയാവൂ. ആദ്യം കുറച്ച് വെളുത്തുള്ളി സംഘടിപ്പിക്കണം, മാലകളും.